എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള പ്രവേശന പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അതായത് 16-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പുകൾ വഴി വിദ്യാർത്ഥികൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, മൂന്നാമത്തേത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക, നാലാമത്തേത് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ അതുപോലെ സർട്ടിഫിക്കറ്റ് എന്നിവ ഇവിടെ സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയുമാണ് ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ രജിസ്ട്രേഷനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസ്, അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം, അതുപോലെ തന്നെ ഈ ഒരു ആ ഒരു ഇമേജുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പാലിക്കണം, അതായത് അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും, അതുപോലെ ഹൗ ടു അപ്ലൈ, എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നിങ്ങൾക്ക് റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെ ലാറ്ററൽ എൻട്രി കോഴ്സിന്, ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഡിഫാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് 50% മാർക്ക് വാങ്ങി ഈ ഒരു ഡിഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുക. ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ബിഫാം കോഴ്സിൻ്റെ സെക്കൻഡ് ഇയറിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ് ബിഫാം ലാറ്ററൽ എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഈ ഒരു അഡ്മിഷൻ ടൈമിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു രീതിയിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ജനറൽ കാറ്റഗറിയിൽ 800 രൂപയും, SC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 400 രൂപ, അതുപോലെ ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇല്ല എന്നിങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്ന് വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അപേക്ഷകൻ, അതായത് നേറ്റിവിറ്റി എന്ന് പറയുന്നത് കേരളീയനായിട്ടുള്ള ഇന്ത്യക്കാരനായിരിക്കണം ഈ ഒരു അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ എന്നിവ വേണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കേരളീയനാണെന്ന് തെളിയിക്കുന്നതിനായിട്ടുള്ള പ്രൂഫ് വേണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാറ്റഗറി ക്ലെയിമുള്ള, അതായത് റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻ്റർ കാസ്റ്റ് മാരേജുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്തവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതായത് റിസർവേഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഫിഷർമാൻ, അതുപോലെ തന്നെ ഈ ഒരു ശ്രീചിത്ര ഹോം, അതുപോലെ നിർഭയ ഹോം, ജുവനൈൽ ഹോം എന്നിവിടങ്ങളിലുള്ളവർക്കാണെങ്കിൽ അതുമായി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ആ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് അവസാനം പറഞ്ഞിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീ ഡീറ്റെയിൽസും അതുപോലെ തന്നെയുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് ഇവിടെ നോട്ടിഫിക്കേഷനിൽ വിജ്ഞാപനം നൽകിയിട്ടുണ്ട്. ഈ ഒരു വിജ്ഞാപനത്തിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് 50% മാർക്കാണ് നിങ്ങൾ ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിൽ നേടിയിരിക്കേണ്ടത്. അതുപോലെ അഡ്മിഷൻ ടൈമിലേക്ക് നിങ്ങൾ ഫാർമസി കൗൺസിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫാർമസി കൗൺസിൽ നൽകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകിയിരിക്കണം. അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു രജിസ്ട്രേഷൻ, ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ
നിങ്ങളുടെ വയസ്സ് ഉയർന്ന പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാം സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു DPharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 12 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു 12 സബ്ജക്റ്റിൽ നിന്നും 10 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ആയിരിക്കും. അതിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത്, ഏതെങ്കിലും സ്കൂളാണ് സെൻറ്റർ ആയിട്ടുണ്ടാവുക, അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ളത് അതുമാത്രം സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എക്സാമിനേഷന് ആൻസർ രേഖപ്പെടുത്തുന്ന സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. സംശയമുള്ള ആൻസേഴ്സ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാരണം നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കറക്റ്റ് ഉത്തരത്തിൽ നിന്നും ആ ഒരു നെഗറ്റീവ് മാർക്ക് മൈനസ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ 16-ാം തീയതി വരെയാണ് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ 16-ാം തീയതിക്ക് ശേഷം ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് താഴെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ആ ഒരു രജിസ്ട്രേഷൻ ലിങ്കൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു എക്സാമിനേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ഒരു നിശ്ചിത ടൈമിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അതിന് വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം എപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു എറർ കറക്ഷൻ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നിവ വരുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത ശേഷം റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടാകും അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് നൽകണം. ഓപ്ഷൻസ് നൽകിയിട്ട് നിങ്ങൾക്ക് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ഫീസ് അടച്ച് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ